ഓച്ചിറ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം മാറ്റാൻ നീക്കമെന്ന വാർത്ത ദിലീപ് ദേവസ്യ ബ്രേക്ക് ചെയ്യുന്നു. സ്റ്റേഷൻ പരിധിയിൽ പല സംഭവങ്ങൾക്ക് കേസെടുക്കാതെ പോലീസ് ഒത്തുതീർപ്പിന് നിൽക്കുന്നത് കുറ്റകൃത്യം പെരുകുന്നതിന് കാരണമായി എന്നാണ് വിലയിരുത്തൽ. കമ്മീഷണർ കേസുകളുടെ വിവരം തിരക്കിയത് ജിം സന്തോഷ് കൊലപാതക കേസിന് പിന്നാലെയാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ദിലീപ് ദേവസ്യാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദിലീപ്, എന്താണ് ഇപ്പോൾ ഈ സ്ഥലം മാറ്റ നീക്കത്തിന് പിന്നിലുള്ള കാര്യങ്ങൾ? ഒരുപക്ഷെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണല്ലോ പുറത്തു വരുന്നത്. പല സംഭവങ്ങളും പല പരാതികളും ഇത്തരത്തിൽ ഒത്തുതീർക്കുകയായിരുന്നു പോലീസ്. ഒത്തുതീർക്കുകയല്ലല്ലോ പോലീസിന്റെ ജോലി എന്ന് പറയുന്നത്. നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. ഇത്തരത്തിൽ നടപടിയെടുക്കാതെ ഒത്തുതീർപ്പിലേക്ക് പോകുമ്പോഴാണ് കുറ്റകൃത്യങ്ങൾ കൂടുന്നതിന് ഇടയാക്കുന്നത്. ജിം സന്തോഷിന്റെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതിന് ഉദാഹരണമാണല്ലേ? വിനീത, കൊല്ലം ജില്ലയുടെ അതിർത്തി പ്രദേശമാണ് ഓച്ചിറ. ഓച്ചിറ കഴിഞ്ഞാൽ തൊട്ടടുത്തത് കായംകുളമാണ്. അത് ആലപ്പുഴ ജില്ല തുടങ്ങുകയാണ്. ഈ കൊല്ലം ജില്ലയിൽ നിന്ന് കാപ്പ കേസിൽ ഉൾപ്പെട്ട പ്രതികളെല്ലാം തന്നെ താമസിക്കുന്നത് ഓച്ചിറ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള കായംകുളത്താണ്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് കാപ്പ ചുമത്തി എത്തുന്നവർ താമസിക്കുന്നത് കായംകുളം, അതായത് ആലപ്പുഴ ജില്ല കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഓച്ചിറയിലാണ്. അങ്ങനെ ജില്ലയുടെ അതിർത്തിയിൽ ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഒരു വിളയാട്ടം നടക്കുന്നത് നിത്യസംഭവമാകുന്നു. ഇവിടെ ഗുണ്ടകൾ തമ്മിൽ കയ്യാങ്കളിയും മറ്റ് സംഘടനകളും ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു. ഇത് ഓച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. ഓച്ചിറ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ തന്നെ പറയുന്നത് ഇതൊരു തലവേദന പിടിച്ച പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ പല പരാതികളും പല ഗുണ്ടകളുടെ പരാതികൾ അടക്കം വരുമ്പോൾ പോലീസുകാർ തന്നെ അത് ഒത്തുതീർപ്പാക്കി വിടുന്ന പ്രവണതയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് 2 ആഴ്ച മുൻപ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഉണ്ടായ കൊലപാതകം, ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ജിം സന്തോഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഈ ഓച്ചിറ സ്റ്റേഷനിലാണ് പ്രതികളെല്ലാം തന്നെ അലുവ അതിലുൾപ്പെടെയുള്ള 8 പ്രതികളും ഉണ്ടായ സ്റ്റേഷൻ ഈ ഓച്ചിറ പോലീസ് സ്റ്റേഷനാണ്. അങ്ങനെ ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതികൾ, അതായത് ഇപ്പോൾ പിടിയിലായ ജിം സന്തോഷ് വധക്കേസിൽ പിടിയിലായ പ്രതികളുടെ ബാക്ക് ഹിസ്റ്ററി എടുത്തു നോക്കിയപ്പോൾ അവർക്ക് കേസുകൾ വളരെ ചുരുക്കമാണ്. എന്നാൽ പിന്നെ എല്ലാ കൊട്ടേഷൻ സംഘങ്ങളിലും ഇവർ ഉൾപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെയാണ് കമ്മീഷണർ ഇവരുടെ വിവരങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് എടുക്കുകയും ഇതിൽ പോലീസുകാർ ഈ ഗുണ്ടകളുടെ അക്രമങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പ് വെച്ച് പിരിച്ചുവിടുന്ന വിവരം കമ്മീഷണർ ലഭിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും, അതായത് കൂട്ട സ്ഥലമാറ്റത്തിനുള്ള നടപടി ഒരുങ്ങുന്നത്. വരാനിരിക്കുന്ന മെയ് മാസത്തിൽ വരാനിരിക്കുന്ന ടോട്ടൽ ട്രാൻസ്ഫറിൽ, സംസ്ഥാനം ഒട്ടാകെയുള്ള ട്രാൻസ്ഫറിൽ ഇവർക്കും സ്ഥലമാറ്റം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിന് പ്രധാനമായി എത്തിയത് ഈ ജിം സന്തോഷ് കൊലക്കേസ് തന്നെയാണ് വിനീത. ശരി, ഏതായാലും ക്രിമിനൽ കുറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുകയല്ല, നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് കൂടിയാണ് ഉന്നതാധികാരികൾ ഓർമ്മിപ്പിക്കുന്നത്. ദിലീപ് ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകുന്നത്.